എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പൊക്കോടയാണ്. കടയിലൊക്കെ കിട്ടുന്ന ഈ പൊക്കോട നമുക്ക് ഈസിയായി എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം 4 വലിയ ഉള്ളി നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് 1 കപ്പ് കോൺഫ്ലവർ ആണ്. ഇത് കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് മൈദ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് ചിക്കൻ മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 സ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. 1 സ്പൂണ് കുരുമുളക്, 1 സ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മല്ലിച്ചപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കരിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 2 സ്പൂണ് സുർക്ക കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഒരു ശകലം ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. 2 കോഴിമുട്ട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്ത് അരിഞ്ഞ് വെച്ചിട്ട് ഉപ്പ് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് കുഴച്ച് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കന് വേണമെങ്കിൽ പൊരിച്ചെടുക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ എല്ലില്ലാണ്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ വെന്ത് കിട്ടും. പക്ഷെ അത് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്തു എന്നുള്ളൂ. വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇത് നമുക്ക് റെസ്റ്റിന് വെക്കാം. ഇത് നമുക്ക് ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ലൂസാക്കി വെക്കാം. പിന്നെ പൊരിക്കാൻ നേരത്ത് വെള്ളം ഇല്ലെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റിന് ഇത് വെച്ച് കൊടുക്കാം. നമ്മൾ സ്റ്റവ് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പാന് വെച്ച് കൊടുത്ത് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ചൂടാക്കി എടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂട്ടി വെച്ച മസാല നമുക്ക് ഇതിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. നമുക്ക് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇടുന്ന സമയത്ത് നമ്മൾ സ്റ്റവ് ഒന്ന് സിമ്മിൽ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് വെന്തമാതിരി കളറുണ്ടാവും, ഫുള്ള് വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് കുറഞ്ഞ സിമ്മിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിത് കോരിയെടുത്ത് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ നമ്മൾക്ക് എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ പക്കോടയുടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇത് നോക്കൂ, ഇതുപോലെ അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.